ഹലോ മക്കളെ, വെൽക്കം ടു എംഎസ് സൊല്യൂഷൻ. ഇനി എന്തിനാ വേറെ സൊല്യൂഷൻ? ഷനൂബ് സാറാണ്. എടാ, നമ്മൾ SLCയിലുള്ള ജോഗ്രഫിയിൽ പാട്ടും പാടി പഠിക്കാൻ ഒരുപാട് ഏരിയകളുണ്ട്. സോ നമുക്ക് അങ്ങനെ പാട്ടും പാടി പഠിച്ചാലോ? അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് എന്തെന്ന് പറയുന്നത് ക്ലൈമാറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് അഥവാ കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും എന്ന് പറയുന്നത്. മാഷി ഇതിലെങ്ങനെ പാട്ടും പാടി? എടാ, പാട്ടല്ല, കണക്ഷൻ, കോഡുകൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ്. ഇത് അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ്, എല്ലാവർക്കും അറിയാം അല്ലേ? പക്ഷേ നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഇന്ന് രാത്രി 7:00 യൂട്യൂബ് ചാനലിൽ നമ്മൾ ഈ പാഠത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പാട്ടും കണക്ഷനും കോഡൊക്കെ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. സോ എല്ലാവരും അവിടേക്ക് വരിക. സോ ഈ ഒരു കാര്യത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും 8 ക്ലൈമാറ്റിക് റീജിയനെ കുറിച്ചിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ അഥവാ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല, രണ്ടാമത്തേത് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ അഥവാ മൺസൂൺ കാലാവസ്ഥാ മേഖല, മൂന്നാമത്തേത് ഏതാണ് സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ സാവന്ന കാലാവസ്ഥാ മേഖല, നാലാമത്തേത് ഹോട്ട് ഡെസേർട്ട് അഥവാ ഉഷ്ണമരുഭൂമികളാണ്, 5 മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ അഥവാ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയാണ്, 6 ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് അഥവാ മിതോഷ്ണ പുൽമേടുകളാണ്, 7 ടൈഗ മേഖലയാണ്, 8 തുണ്ട്ര റീജിയൻ അഥവാ ടണ്ട്ര മേഖലയാണ്. ഈ 8 നമുക്ക് പല ആൾക്കാരും 8 ഉണ്ടല്ലോ അല്ലെ, എങ്ങനെ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞില്ല. നമ്മളിപ്പോൾ ട്രെൻഡിങ് ആയി അടുത്ത കാലത്ത് ട്രെൻഡിങ് ആയ ഒരു പാട്ട് നമ്മളെ MHR ഷാഫിക്കും കൊളാബ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് അല്ലേ? ഏതായിരുന്നു പാട്ട്? അരി പൊട്ടി തിരഞ്ഞൊരു കല്ലാണ്, ഷാഫിക്ക പറഞ്ഞൊരു ചൊല്ലാണ്, ഹല്ലുവക്ക് വിത്തൗട്ട് കൂട്ടാണ്, അരിമുല്ല മനസ്സിന് തന്നാളേ ആ ഒരു പാട്ട്. അപ്പൊ ഈ പാട്ടിന്റെ ട്യൂണിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു 8 കാലാവസ്ഥാ മേഖലകൾ പഠിക്കാം. നോക്കിക്കോടാ. ഭൂമധ്യ മൺസൂൺ സാവന്ന ഉഷ്ണമിതോഷ്ണ മെഡിറ്ററേനിയൻ ടൈഗ മേഖല ടണ്ട്ര മേഖല ആകെ 8 മേഖലകൾ. ഒന്നുകൂടി. ഭൂമധ്യ മൺസൂൺ സാവന്ന ഉഷ്ണമിതോഷ്ണ മെഡിറ്ററേനിയൻ ടൈഗ മേഖല ടണ്ട്ര മേഖല ആകെ 8 മേഖലകൾ. ചെമ്പരത്തി നല്ല ചെമ്പരത്തി ചന്ദന മണം അവളെ പരത്തി, ചന്താമരെ പോൽ പെണ്ണൊരുത്തി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയൊക്കെ ചെയിൻ സോങ് ആയിട്ടൊക്കെ പാടാം, ബോറടിക്കാതെ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലാവസ്ഥാ മേഖലയുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത് മൺസൂൺ കാലാവസ്ഥാ മേഖല. ഇത് അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്കിതിലെ കോണ്ടന്റുകൾ ഒരു പാട്ടിലൂടെ ഈ മൺസൂൺ കാലാവസ്ഥാ മേഖല മുഴുവൻ പഠിക്കണം. സോ അതിനാദ്യം ഞാൻ ഈ കോണ്ടന്റ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരാ, എന്നിട്ട് നമ്മൾ പാട്ടിലേക്ക് പോകുന്നു. നോക്കിക്കോടാ, നമ്മൾ ഈ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയനിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാനുള്ള 4 കോണ്ടന്റുകൾ എന്ന് പറയും. ഒന്ന് ക്ലൈമറ്റിനെ കുറിച്ച്, രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സസ്യജാലങ്ങളെ കുറിച്ച്, മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മനുഷ്യ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ്, നാലാമത്തേത് അക്ഷാംശ സ്ഥാനമാണ്. സോ നമുക്ക് ബാക്കി കാലാവസ്ഥാ മേഖലകളെ അപേക്ഷിച്ചിട്ട് അത് നമുക്ക് ഇവിടെ പഠിക്കാനില്ല. സോ ഇവിടുത്തെ കാലാവസ്ഥ അഥവാ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നോക്കിക്കോടാ, ഇറ്റ് എക്സ്പീരിയൻസ്ഡ് ബൈ ലോങ് ആൻഡ് ഹ്യൂമിഡ് സമ്മർ ആൻഡ് ഷോർട്ട് ആൻഡ് ഡ്രൈ വിന്റർ. എന്ന് വെച്ചാൽ ദീർഘവും ആർദ്രവുമായ വേനൽക്കാലവും ചുരുങ്ങിയതും വരണ്ടതുമായ ശൈത്യകാലവും. ചുരുങ്ങിയത് എന്ന് പറയുമ്പോൾ ഹ്രസ്വകാലമാണ് അല്ലെ, ഹ്രസ്വവും അതേപോലെ തന്നെ വരണ്ടതുമായ ശൈത്യകാലവും അനുഭവപ്പെടുന്നു. ഇനി ദ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് വെരി ലോ ഇൻ കോസ്റ്റൽ ഏരിയ ആൻഡ് വെരി ഹൈ ഇൻ ഇന്റീരിയേഴ്സ്. മക്കളെ, വേറൊന്നുമല്ല, ദൈനിക താപാന്തരം നമ്മൾ 1ാമത്തെ ചാപ്റ്റർ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? അത് തീരപ്രദേശങ്ങളിൽ കുറവും ഉൾപ്രദേശങ്ങളിൽ കൂടുതലുമായിരിക്കും, മനസ്സിലാക്കി വെക്കാം. പിന്നെ ഇവിടുത്തെ വാർഷികമായ ആനുവൽ റെയിൻഫാൾ എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ മുതൽ 1000 സെന്റിമീറ്റർ മുകളിൽ വരെയാണ്. സോ 50-നേക്കാൾ ഇവിടെ പ്രയോറിറ്റി എന്താടാ? 1000 സെന്റിമീറ്റർ വരെ ഉണ്ട് എന്നുള്ളതാണ്. സോ അത് നമുക്ക് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് വെജിറ്റേഷൻ അഥവാ സസ്യങ്ങളെ കുറിച്ചിട്ട് നോക്കിക്കോ. ഇവിടെ പ്രധാനമായിട്ട് 2 ഉള്ളത്. ഒന്ന് എവർഗ്രീൻ ആൻഡ് ഡിസിഡിയസ് ട്രീസ്. ഇവിടെ നിത്യഹരിത വനങ്ങളും ഇലപൊഴിയും കാടുകളും ഉണ്ട്. അതേപോലെ ഇവിടെ ട്രോപ്പിക്കൽ ക്രോപ്സ് റൈസ്, ഷുഗർ കെയിൻ, ജൂട്ട്, കോട്ടൺ, ടീ ആൻഡ് കോഫി ആർ കൾട്ടിവേറ്റഡ് ഹിയർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഷ്ണമേഖലാ വിളകളായ നെല്ല്, കരിമ്പ്, ചണം, പരുത്തി, തേയില, കാപ്പി ഇതൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കൃഷി ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കി വെക്കാം. സോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സസ്യജാലങ്ങൾ എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളാണ് എവർഗ്രീനും ഡെസിഡിയസും അഥവാ നിത്യഹരിത വനങ്ങളും ഇലപൊഴിയും കാടുകളും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇവിടുത്തെ ഹ്യൂമൻ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ 2 രീതിയിലുള്ള കൃഷി രീതികളാണ്. ഒന്ന് തീവ്ര ഉപജീവന കൃഷി അഥവാ ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ, രണ്ടാമത് സ്ഥാനമാറ്റ കൃഷി അഥവാ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയും. സോ ഇത്രയും കാര്യങ്ങൾ നമുക്കൊരു പാട്ടിലൂടെ പഠിക്കണം. നമ്മൾ എങ്ങനെയാ പാട്ടിലൂടെ പഠിക്കാം? അപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത കുറച്ച് നമ്മൾ ഈ ഇലക്ഷൻ്റെ ഒക്കെ ടൈമിൽ ഒരു പാട്ട് ട്രെൻഡിങ്ങിൽ വന്നു അല്ലേ? ആ പാട്ടിൻ്റെ രീതിയാണ്, ആ പാട്ട് തൽക്കാലം ഞാൻ പറയുന്നില്ല. സോ ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നോക്കിക്കോടാ.
മക്കളെ പഠിക്കണേ മൺസൂൺ പഠിക്കണേ മക്കളെ പഠിക്കണേ മൺസൂൺ പഠിക്കണേ മഴയാണെങ്കിൽ 1000 കൃഷിയാണെങ്കിൽ 2 തീവ്ര കൃഷിയും മാറ്റകൃഷിയും ജനസാന്ദ്രത കൂടുതലും നിത്യഹരിത വനങ്ങളും ഇല പൊഴിയും കാടുകളും ദീർഘാർദ്രവേനലും ഹ്രസ്വവരണ്ട ശൈത്യവും മക്കളെ പഠിക്കണേ മൺസൂൺ പഠിക്കണേ മക്കളെ പഠിക്കണേ മൺസൂൺ പഠിക്കണേ മഴയാണെങ്കിൽ 1000 കൃഷിയാണെങ്കിൽ 2 തീവ്ര കൃഷിയും മാറ്റകൃഷിയും ജനസാന്ദ്രത കൂടുതലും നിത്യഹരിത വനങ്ങളും ഇല പൊഴിയും കാടുകളും ദീർഘാർദ്രവേനലും ഹ്രസ്വവരണ്ട ശൈത്യവും. ഓയ് വാ, അപ്പോൾ അടിപൊളിയാണ്, സെറ്റാണ്. ഇതുപോലെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നമ്മളുടെ ബാച്ചുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഏതൊക്കെയാണ്? നമുക്കൊരു ബേസ് ബാച്ചുകളുണ്ട്, അതേപോലെ മെയിൻ ബാച്ച് ഉണ്ട്, അതേപോലെ പ്രീമിയം ബാച്ച് അഥവാ നമ്മുടെ മെറ്റീരിയൽ ബാച്ച് ഉണ്ട്. ദെൻ നമുക്ക് ഇവിടെ നിന്നുണ്ട് ഒരു പ്രീമിയം ബാച്ചും കൂടി ഉണ്ട്. ഇങ്ങനെ 4 ബാച്ചുകളായിട്ട് നമ്മളിവിടെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെ മെയിൻ ബാച്ചിലൊക്കെ ഈ കോഡും കണക്ഷൻ്റെ ചിരിയും കളിയേക്കാരും അതിന് കോഡും കണക്ഷനും അടിയായിരിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കണോ, നിങ്ങൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഈ ഒരു ചാപ്റ്റർ ആയിട്ടുള്ള ക്ലൈമാറ്റിക് റീജിയൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചുമായി ഇന്ന് രാത്രി കൃത്യം 7:00 MS സൊല്യൂഷൻ SSLC യൂട്യൂബ് ചാനലിൽ ഞാൻ വരുന്നുണ്ട്. നിങ്ങൾ വരണം, നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ, ബൈ.